Good morning, students. Our third question. A small maintenance project consists of the following jobs whose precedence relationship is given below. Job, duration or days, 1 to 2, 15, 1 to 3, 15, 2 to 3, 3, 2 to 5, 5, 3 to 4, 8, 3 to 6, 12, 4 to 5, 1, 4 to 6, 14, 5 to 6, 3, 5 to 7, 14. First question, draw an arrow diagram. Second, find the total float, free float and independent float for each activity. Third, find the critical path and project duration. Once more, a small maintenance project consists of the following jobs whose precedence relationship is given below. Job and duration 1 to 2, 15, 1 to 3, 15, 2 to 3, 3, 2 to 5, 5, 3 to 4, 8, 3 to 6, 12, 4 to 5, 1, 4 to 6, 14, 5 to 6, 3, 6 to 7, 14. First, draw an arrow diagram. Second, find the total float, free float and independent float for each activity. Third, find the critical path and project duration. Okay. നമുക്ക് ആദ്യം നെറ്റ്വർക്ക് ഡയഗ്രാം വരയ്ക്കാം. നോക്കിക്കോളൂ. ഫസ്റ്റ് 1 to 2, 1 to 2, 15, 1 to 3 arrow ഇട്ട് 15 എഴുതി. 2 to 3, 3, 2 to 5, 5, 3 to 4 നമ്മൾ വരച്ച് 8, 4 to 6, 14, അതിന് മുന്നേ 3 to 6 ഒന്നുണ്ട്. 3 to 6, 3 to 6, 12, 4 to 5, 1, 4 to 6, 14, 5 to 6, 3, 6 to 12, 6 to 7, 14. ഒന്നുകൂടി നോക്കിയോ. 1 to 2, 15, 2 to 3, 3, 1 to 3, 15, 2 to 5, 5, 3 to 4, 8, 3 to 6, 12, 4 to 5, 1, 4 to 6, 14, 5 to 6, 3, 6 to 7, 14. ഇനി നമ്മൾ ഇതിൻ്റെ ക്രിട്ടിക്കൽ പാത്ത് ആക്ടിവിറ്റി കാണാം. ശരിക്കും പറഞ്ഞാൽ ഒരു 4-5 വഴിയുണ്ട് ഇതിനകത്ത് ചെയ്യാൻ. ഒന്നാമത്തെ വഴി ഞാൻ പറയാം. 1 to 2, 2 to 3, 1 to 2, 2 to 5, 5 to 6, 6 to 7. അതൊരു വഴിയാണ്, നേരെയുള്ള ഒരു വഴി. നെക്സ്റ്റ് സെക്കൻഡ് വഴി 1 to 2, 2 to 3, 3 to 4, 4 to 6, 6 to 7. അത് സെക്കൻഡ് വഴി. തേർഡ് വഴി 1 to 2, 2 to 3, 3 to 4, 4 to 5, 5 to 6, 6 to 7. അത് തേർഡ് വഴി. ഫോർത്ത് വഴി 1 to 3, 3 to 6, 6 to 7. അതൊരു ഫോർത്ത് വഴി. ദെൻ നമുക്ക് ഇത്രയും വഴികൾ, ഒരു 4 വേ ഉണ്ട്. 5 വേണമെങ്കിൽ പറയാം, പക്ഷെ വേണ്ട. 4 വേ ഉണ്ട്, ചുരുങ്ങിയത് 4 വേ ഉണ്ട്. ഈ 4 വേയിൽ നമ്മൾ ഏറ്റവും ലോങ്ങസ്റ്റ് പാത്ത് ഏതാന്ന് കണ്ടുപിടിക്കണം. അതിനാണ് ക്രിട്ടിക്കൽ പാത്ത്. അപ്പം ഞാനിത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏറ്റവും ലോങ്ങസ്റ്റ്, നിങ്ങൾ ഓരോ പാത്തും കണ്ടുപിടിക്കണേ. 2 പ്രോബ്ലം ആയില്ല ഞാൻ പറഞ്ഞിരുന്നതിന്. നീ ഓരോ പാത്തും നിങ്ങൾ അവിടെ നോക്കുക. അപ്പോൾ ടീച്ചറോടെ കണ്ടുപിടിച്ച പാത്ത് 1 to 2, 2 to 3, 3 to 4, 4 to 6, 6 to 7. ഇതാണ് ഏറ്റവും ലോങ്ങസ്റ്റ് പാത്ത് ഈ പ്രോബ്ലത്തിൽ. 1 to 2, 15, 2 to 3, 3, 3 to 4, 8, 4 to 6, 14, 6 to 7, 14. ഇതാണ് ഈ ഒരു ഡയഗ്രത്തിൽ ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള പാത്ത്. സോ ഈസ് ഈക്വൽ ടു 1 to 2, 15, 2 to 3, 3, 3 to 8, 3 to 4, 8, 4 to 6, 14, 6 to 7, 14. So that is 15 plus 3 plus 8 plus 14 plus 14 is equal to 54. അപ്പോൾ ഏറ്റവും ലോങ്ങസ്റ്റ് പാത്ത് 54 ആണ് അതിൻ്റെ ഡ്യൂറേഷൻ. അതിനാണ് ക്രിട്ടിക്കൽ പാത്ത്. ടീച്ചർ ഇവിടെ എഴുതിയിട്ടതാ. ക്രിട്ടിക്കൽ പാത്ത് ഈസ് ഈക്വൽ ടു 1:2, 2:3, 3:4, 4:6, 6:7. ദാറ്റ് ഈസ് 15 പ്ലസ് 3 പ്ലസ് 8 പ്ലസ് 14 പ്ലസ് 14. കാണുന്നില്ലേ? ഈസ് ഈക്വൽ ടു 54. അപ്പോൾ നമ്മൾ ആദ്യം 2 കാര്യം ചെയ്ത് എന്തൊക്കെ? നെറ്റ്വർക്ക് ഡയഗ്രാം വരച്ച്, ഏരോ ഡയഗ്രാം വരച്ച്
ഇപ്പോൾ ക്രിട്ടിക്കൽ പാത്തും അതിൻ്റെ ഡ്യൂറേഷനും കണ്ടു. ഇനി മൂന്നാമത് നമുക്ക് ഫ്ലോട്ട് കാണണം. അതിനു മുന്നേ ഫോർവേഡ് പാത്തും ബാക്ക്വേർഡ് പാത്തും നമുക്ക് കാണണം. അപ്പം നോക്കിക്കോ, ഫസ്റ്റ് ഫോർവേഡ് പാസ് കമ്പ്യൂട്ടേഷൻ E1 0 ആയിരിക്കുമല്ലോ, അറിയാം. നെക്സ്റ്റ് E2 എന്ന് പറയുന്ന ഓരോ ഡ്യൂറേഷൻ ഏരിയയാണ്. E2 ഈസ് ഈക്വൽ ടു E1 പ്ലസ് 15 ഈസ് ഈക്വൽ ടു 0 പ്ലസ് 15. E3ക്ക് രണ്ട് വഴിയുണ്ട്, നോക്കിക്കോളൂ. കണ്ടോ, E3യിലേക്ക് എത്താൻ 2 to 3 ഉണ്ട്, അതുപോലെ തന്നെ എന്താ 1 to 3 ഉണ്ട്. അപ്പോൾ 1 to 3 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, E1 പ്ലസ് 15 അടിക്കാം. നെക്സ്റ്റോ E2 പ്ലസ് 3 അടിക്കാം. രണ്ടും ചെയ്തിവിടെ ടീച്ചറോട് ചെയ്ത് നോക്കൂ. E3 is equal to maximum of E1 plus 15 and E2 plus 3. That is, therefore, E1 plus 15 is equal to 0 plus 15 is equal to 15. Next, E2 plus 3 is equal to 15 plus 3 is equal to 18. So, maximum value ഏതെടുക്കും? E3 18 എടുക്കും. അടുത്തത് E4 എന്ന് പറയുമ്പോൾ E3 plus 8. 18 plus 8 is equal to 26. നെക്സ്റ്റ് E5 രണ്ടെണ്ണം ഉണ്ട്, എന്താ നോക്കിക്കോളൂ. E5ലെത്താൻ രണ്ട് വഴിയില്ലേ, 2 to 5 ഉണ്ട്, 4 to 5 ഉണ്ട്. അപ്പം നമുക്ക് E2 പ്ലസ് 5 എടുക്കാം, E4 പ്ലസ് 1 എടുക്കാം. ഏതാണോ മാക്സിമം ആ വാല്യൂ നമുക്ക് എടുക്കാം. സോ E5 ഈസ് ഈക്വൽ ടു മാക്സിമം ഓഫ് E2 പ്ലസ് 5 ആൻഡ് E4 പ്ലസ് 1. Therefore, E2 plus 5 is equal to 15 plus 5 is equal to 20. E4 plus 1 is equal to 26 plus 1 is equal to 27. So, maximum value E5, therefore, E5 is equal to 27. Next, E6. E6-ന് 3 വഴിയുണ്ട്, നോക്കൂ. ഉണ്ടോ, E6-ലെത്താൻ 3 വഴിയുണ്ട്. എന്തൊക്കെ? 3 to 6, 4 to 6, 5 to 6. അപ്പോൾ നമുക്ക് ഈ 3 to 6 എടുക്കുമ്പോൾ എന്ത് പറയാം? E3 plus 12. 4 to 6 എടുക്കുമ്പോഴോ E4 plus 14. 5 to 6 എടുക്കുമ്പോഴോ E5 plus 3. അപ്പോൾ 3-ൽ മാക്സിമം ഏതാണോ അതെടുക്കാം. നോക്കൂ, E6 is equal to maximum of E3 plus 12 and E4 plus 14 and E5 plus 3. ഓരോന്ന് ചെയ്യാം. E3 plus 12 is equal to 18 plus 12, 30. E4 plus 14 is equal to 26 plus 14 is equal to 40. E5 plus 3 is equal to 27 plus 3 is equal to 30. ഇതിനകത്ത് 30, 30, 40. ഏറ്റവും വലിയ വാല്യൂ ഏതാ? 40. അപ്പം നമ്മൾ therefore E6 is equal to 40. ഇനി E7 ലാസ്റ്റത്താണ്. അപ്പം E7 എന്ന് പറയുന്നത് E6 plus 14. E6 എത്ര കിട്ടിയത്? 40 plus 14 is equal to 54. അപ്പോൾ ഫോർവേഡ് പാസിൽ ഏതൊക്കെ കിട്ടി? E1 0, E2 15, E3 18, E4 26, E5 27, E6 40, E7 54. ഇനി നമുക്ക് ബാക്ക്വേർഡ് പാസ് കാണാം. ബാക്ക്വേർഡ് പാസ് L7 എത്ര തന്നെ ആയിരിക്കും? E7 L7 ഈക്വൽ ആന്ന് പറഞ്ഞല്ലേ. L7 ഈസ് ഈക്വൽ ടു 54. ഇനി L6 കാണാം. L6 ഈസ് ഈക്വൽ ടു L7 മൈനസ് 14 is equal to 54 minus 14 is equal to 40. Next, L5, L6 minus 3 is equal to 40 minus 3, 37. L4-ലെത്താൻ രണ്ടെണ്ണം ഉണ്ട്, L6 minus 14 and L5 minus 1. മിനിമം എടുക്കുക. L6 minus 14 എത്രയാ? 40 minus 14, 26. L5 minus 1. 37 minus 1 is equal to 36. Minimum value അപ്പോൾ എത്രയാ? L4 is equal to 26. Next, L3-ലും രണ്ടെണ്ണം ഉണ്ട്. L3 is equal to minimum of L4 minus 8 and L6 minus 12. First, L4 minus 8 is equal to 26 minus 8 is equal to 18. Next, L6 minus 12 എന്ന് പറയുമ്പോൾ 40 minus 12 is equal to 28. അപ്പോൾ അതിനകത്ത് ലീസ്റ്റ് വാല്യൂ 18 ആണോ 28 ആണോ? 18 അല്ലേ. അപ്പം therefore L3 is equal to 18. നെക്സ്റ്റ് L2. മിനിമം ഓഫ് രണ്ടെണ്ണം ഉണ്ട്. L2 കാണാൻ രണ്ട് വഴിയുണ്ട്. മിനിമം ഓഫ് L5 minus 5 and L3 minus 3. That is L5 minus 5 is equal to 37 minus 5 is equal to 32. L3 minus 8, 18 minus 3 is equal to 15. അപ്പോൾ 32 ആണോ 15 ആണോ ലീസ്റ്റ് വാല്യൂ? 15 അല്ലേ. സോ therefore L2 is equal to 15.
അടുത്തത് L1 ആണ്. നോക്കൂ, L1 ഈസ് ഈക്വൽ ടു രണ്ട് വാല്യൂയിലൂടെ പോയാൽ L1 എത്തുള്ളൂ. കാരണം 1 to 2 1 to 3 ഇല്ലേ. അപ്പോൾ L3 minus 15 ആൻഡ് L2 minus 15. ആദ്യം നമുക്ക് L3 minus 15 ചെയ്യാം. L3 minus 15 ഈസ് ഈക്വൽ ടു 18 minus 15 ഈസ് ഈക്വൽ ടു 3. അടുത്ത L2 minus 15. L2 എത്രയാ? 15 ആണ്. 15 minus 15 ഈസ് ഈക്വൽ ടു 0. ദെർഫോർ L1 ഈസ് ഈക്വൽ ടു 0. L1 എപ്പോഴും 0 ആയിരിക്കും. കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് 0 കിട്ടി. L1 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ബാക്ക്വേർഡ് പാസ് ചെയ്ത L7 54, L6 40, L5 37, L4 26, L3 18, L2 15. സോ L1 ഈസ് ഈക്വൽ ടു 0. നമ്മളിവിടെ ഓരോന്നും എൻ്റർ ചെയ്യും. E1 0, L1 0, E2 15, L2 15. എല്ലാം ഒരേപോലെയാണ് കിട്ടുന്നത്. നോക്കൂ, E3 18, L3 18, E4 26, L4 26. ഒരേ വാല്യൂ ആണ് കിട്ടുന്നത്. E5 27, L5 27, E6 40, L6 40, E7 54, L7 54. ഇങ്ങനെ ഒരേ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഫ്ലോട്ട് തന്നെയായിരിക്കും എന്തും വരിക, ഫ്രീ ഫ്ലോട്ടും ഇൻഡിപെൻഡന്റ് ഫ്ലോട്ടും. സുഖമാണ്. ഈ ഇയും എല്ലും ഈ ഇവന്റും അല്ലെങ്കിൽ ഹെഡ് ഇവന്റ് സ്ലാക്കും അല്ലെങ്കിൽ ഈവന്റുകളും അല്ലെങ്കിൽ ഏർലിയസ്റ്റ് ടൈമും ലേറ്റസ്റ്റ് ടൈമും രണ്ടും ഒരേ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ ഫ്ലോട്ട് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഫ്രീ ഫ്ലോട്ടും ഇൻഡിപെൻഡന്റ് ഫ്ലോട്ടും ടോട്ടൽ ഫ്ലോട്ടും ഒരേ വാല്യൂ ആയിരിക്കും. മനസ്സിലായോ? ഇനി നമുക്ക് ഓരോന്നും ചെയ്യാം. ടേബിൾ വരക്കാം. ഓക്കെ, ടേബിൾ വരക്കാം. നോക്കൂ, ടേബിൾ നോക്കൂ. ഫസ്റ്റ് കോളം ആക്ടിവിറ്റി, സെക്കൻഡ് കോളം ഡ്യൂറേഷൻ, തേർഡ് കോളം ഏർലിയസ്റ്റ് ടൈമിൽ ESTയും EFTയും, ഫോർത്ത് കോളം ലേറ്റസ്റ്റ് ടൈമിൽ LSTയും LFTയും, ദ നെക്സ്റ്റ് കോളം ടോട്ടൽ ഫ്ലോട്ട്, നെക്സ്റ്റ് കോളം ഫ്രീ ഫ്ലോട്ട്, ലാസ്റ്റ് കോളം ഇൻഡിപെൻഡന്റ് ഫ്ലോട്ട്. ആക്ടിവിറ്റി ഓരോന്നായിട്ട് എഴുതാം. 1 to 2 ഡ്യൂറേഷൻ 15, 1 to 3 ഡ്യൂറേഷൻ 15, 2 to 3 ഡ്യൂറേഷൻ 3, 2 to 5 ഡ്യൂറേഷൻ 5, 3 to 4 8, 3 to 6 12, 4 to 5 1, 4 to 6 14, 5 to 6 3, 5 to 7 14. അപ്പോൾ നമ്മൾ ആക്ടിവിറ്റിയും ഡ്യൂറേഷനും എഴുതി. ഇനി ഏർലിയസ്റ്റ് ടൈമിൽ നമ്മൾ ഫസ്റ്റ് കണ്ടിടുന്ന ഐറ്റം ഏതായിരുന്നു? EST നമുക്കറിയാലോ. EST എന്ന് പറയുന്ന ഇതിൻ്റെ അകത്തുള്ള ഓരോ വാല്യൂ ആണ് EST. അപ്പോൾ 1 to 2ന്റെ EST E1 0. ഞാൻ പറഞ്ഞില്ലേ ആക്ടിവിറ്റിയിലെ ഫസ്റ്റ് സൈഡിലുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ 1 2 1 1 2 2 3 3 4 4 5 6. അതിൻ്റെ വാല്യൂ ആണ് നമ്മൾ അവിടെ എഴുതി വെച്ച വാല്യൂ. E1 0, E1 0, E2 15, E2 15, E3 18, E3 18, E4 26, E4 26, E5 27, E6 40. ആ വാല്യൂ ആണ് EST. കണ്ടോ? 0 0 15 15 18 18 26 26 27 40. എങ്ങനെയാ വന്നതെന്നറിയാലോ? ആക്ടിവിറ്റിയിലെ ഫസ്റ്റ് സൈഡിലുള്ള ഓരോ E1 0, E1 0, E2 15, E2 15, E3 15. കണ്ടോ? 3 to 6 E3 ആണ് എടുക്കുക 18, 4 to 5 E4 ആണ് എടുക്കുക 26, 4 to 6 E4 ആണ് എടുക്കുക 26, 5 to 6 E5 ആണ് 27, 6 to 7 E6 ആണ് എടുക്കുക 40. ആ ഫസ്റ്റ് കാണുന്ന ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിലുള്ള ഇവന്റ് ഓർമ്മിക്കാം. 0 0 15 15 18 18 26 26 27 40. ഇനി നമുക്ക് EFT കണ്ടൂടെ? EFTയുടെ ഇക്വേഷൻ എന്തായിരുന്നു? EFT ഈസ് ഈക്വൽ ടു EST പ്ലസ് ഡ്യൂറേഷൻ. ESTനോട് എന്ത് കൂട്ടിയാൽ മതി? ഡ്യൂറേഷൻ. മൂന്നാമത്തെ കോളത്തിന്റെ കൂടെ രണ്ടാമത്തെ കോളം ആഡ് ചെയ്താൽ മതി. 0 plus 15 15, 0 plus 15 15, 15 plus 3 18, 15 plus 5 20, 80 plus 8 26, 18 plus 12 30, 26 plus 1 27, 26 plus 1 27, 26 plus 14 40, 27 plus 3 30, 40 plus 14 54. അപ്പോൾ EFT ഏതൊക്കെ കിട്ടി? 15 15 18
20, 26, 30, 27, 40, 30, 54 കിട്ടി. ഇനി നമുക്ക് അടുത്തെന്ത് കാണണം? LFT കാണണം. LFT എങ്ങനെയായിരുന്നു ടീച്ചർ പറഞ്ഞല്ലോ? ഈ ആക്ടിവിറ്റിയിൽ അവസാനം വരുന്ന 1 to 2 2, 1 to 3 3, 2 to 3 3. അപ്പൊ ആ 3യിലുള്ള Lന്റെ വാല്യൂ ആയിരിക്കും LFT എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? നോക്കൂ, നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട് L2 എത്രയാ? നോക്കൂ ക്വസ്റ്റ്യൻ നോക്കൂ. L2 15, L3 18, L3 18. അപ്പോൾ ഓരോന്നും നമുക്കറിയാം. നമ്മളിവിടെ ഡയഗ്രത്തിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, അത് നോക്കി എഴുതിയാൽ മതി. L2 15, L3 18, L3 18, L5 37, L4 36, L5 37, L4 26, L6 40, L5 37, L6 40, L6 40, L7 54 എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റീൻ്റെ അവസാനത്തെ സാധനം. 2, 3, 3, 5, 4, 6, 5, 6, 6, 7 ഇല്ലേ? അപ്പോൾ 1 to 2 2, 1 to 3 3. ഇതിനാണ് ലേറ്റസ്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റീൻ്റെ തുടക്കം, ഏർലിയസ്റ്റ് സ്റ്റാർട്ടിങ് ടൈമും ആക്ടിവിറ്റീൻ്റെ അവസാനം, ഓരോ ആക്ടിവിറ്റീൻ്റെ അവസാനം വരുന്ന ഇവൻ്റ് ലേറ്റസ്റ്റ് ഫിനിഷ്ഡ് ടൈമും ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ 15, 18, 18, 37, 26, 40, 37, 40, 40, 54. ഇനി LSTയുടെ ഇക്വേഷൻ ആയിരുന്നു LST ഈസ് ഈക്വൽ ടു LFT മൈനസ് ഡ്യൂറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറാമത്തെ കോളത്തിൽ നിന്ന് രണ്ടാമത്തെ കോളം മൈനസ് ചെയ്യാം. ആറാമത്തെ കോളത്തിൽ നിന്ന് രണ്ടാമത്തെ കോളം മൈനസ് ചെയ്യാം. LFT മൈനസ് ഡ്യൂറേഷൻ 15 മൈനസ് 15 0. LST ആണ് കാണുന്നത്, അഞ്ചാമത്തെ കോളാണ് കാണുന്നത്. സോ LFT മൈനസ് ഡ്യൂറേഷൻ 15 മൈനസ് 15 0. 18 minus 15 3, 18 minus 3 15, 37 minus 5 32, 26 minus 8 18, 40 minus 12 28, 37 minus 1 36, 40 minus 14 26, 40 minus 3 37, 54 minus 14 40. അപ്പോൾ LSTൻ്റെ വാല്യൂ എന്തല്ല? 0 3 15, 36, 32, 18, 28, 36, 26, 37 ആൻഡ് 40. ഇനി നമുക്ക് ടോട്ടൽ ഫ്ലോട്ട് എന്താ? LST മൈനസ് EST, അഞ്ചാമത്തെ കോളം മൈനസ് മൂന്നാമത്തെ കോളം. 0 മൈനസ് 0 0, 3 മൈനസ് 0 3, 15 മൈനസ് 15 0, 32 മൈനസ് 15 17, 18 minus 18 0, 28 minus 18 10, 36 minus 26 10, 26 minus 26 0, 37 minus 26 10, 40 minus 40 0. അപ്പോൾ അഞ്ചാമത്തെ കോളത്തിൽ നിന്ന് മൂന്നാമത്തെ കോളം മൈനസ് ചെയ്ത് LST മൈനസ് EST ടോട്ടൽ ഫ്ലോട്ട് കിട്ടി. ഞാൻ പറഞ്ഞ ഇതിൻ്റെ അകത്ത് ഹെഡ് ഈവൻറ്റും ടെയിൽ ഇവൻറ്റും അല്ലെങ്കിൽ നമുക്കറിയാം ഈവൻ്റ് ഏർലിയസ്റ്റ് ഇവൻറ്റും ലേറ്റസ്റ്റ് ഇവൻറ്റും ഒരേ വാല്യൂ ആയതുകൊണ്ട് തന്നെ ടോട്ടൽ ഫ്ലോട്ടിൻ്റെ അതേ വാല്യൂ ആയിരിക്കും ഫ്രീ ഫ്ലോട്ടും ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ടും. വേറെ നമ്മൾ കാണണ്ട, കാരണം ഹെഡ് ഈവൻറ്റ് സ്ലാക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ ഒരു വാല്യൂ കിട്ടുക. ഈ L2 മൈനസ് E2 എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം L2 എത്രയാണ് നോക്കിക്കോ, L2 15 ആണ്, E2 15 ആണ്, L3 18 ആണ്, E3 18 ആണ്. അപ്പോൾ രണ്ടിനും എന്താണ് അർത്ഥം? ഒരേ വാല്യൂ ആണ് കിട്ടുക. അപ്പോൾ ഫ്രീ ഫ്ലോട്ടും ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ടും എന്താണ് അർത്ഥം? സെയിം ആണ്. അപ്പോൾ ടോട്ടൽ ഫ്ലോട്ട് എന്നായിരിക്കും എന്ത്? ഫ്രീ ഫ്ലോട്ടും ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ടും. ടോട്ടൽ ഫ്ലോട്ട് എത്രയാ? 0 3 0 17 0 10 10 0 10 0. അപ്പോൾ ഫ്രീ ഫ്ലോട്ടും അതെന്നായിരിക്കും? 0 3 0 7 7 അല്ലേ 17 ആണ്. ഇവിടെ എഴുതിയപ്പോൾ ഒരു മിസ്റ്റേക്ക് ആണ്. 17 ആണ് വരിക കേട്ടോ, 17 ആണ് വരിക, എഴുതിയപ്പോഴുള്ള മിസ്റ്റേക്ക് ആണ്. ഫ്രീ ഫ്ലോട്ടും ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ടും എന്ത് തന്നെയാണ് വരിക? 17 ആണ് വരിക. 17 ആണ് വരിക. നിങ്ങൾ എഴുതുമ്പോൾ മാറിപ്പോണ്ട. അതുപോലെ തന്നെ ഇപ്പുറത്ത് ഒരു 10ഉം കുറവുണ്ട്. ഫ്രീ ഫ്ലോട്ടും ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ടും ടോട്ടൽ ഫ്ലോട്ടും സെയിം തന്നെയാണ്. 0 0 0 3 ഫ്രീ ഫ്ലോട്ട് 3 0 17 ആണ് അവിടെ വരിക. 17 0 10 അടുത്തതും 10 ആ വരിക. ഞാൻ 0 ഇട്ടുപോയി, സോറി, അവിടെ 1 വിട്ടുപോയതാണ്. ഇവിടെ വരിക ഫ്രീ ഫ്ലോട്ടിൽ 17 ആ വരിക, സോറി, ഫ്രീ ഫ്ലോട്ടിലും 10 ആണ് വരിക. നോക്കിക്കോ, 0 3 ഫ്രീ ഫ്ലോട്ടാണ് വായിക്കുന്ന ടീച്ചർ. 0 3 0 17 0 10 10
അവിടെ 1 വിട്ടുപോയതാണ്, 0 അല്ല 10 ആണ്. 10 0 10 0. അപ്പോൾ ടോട്ടൽ ഫ്ലോട്ട് തന്നെയാണ് ഫ്രീ ഫ്ലോട്ടും ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ടും. ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ടും ഫസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട് വയ്ക്കുകയാണ് 0 3 0 17 7 അല്ലേ 17 0 10 10 ആണ് 10 0 0 0. ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ട് മാത്രം അതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത്രയാണ് എന്ത് വരുന്നത്, ഇത്രയാണ് നമുക്ക് വരാനുള്ള വാല്യൂ. കിട്ടിയോ? ആക്ടിവിറ്റി, ഡ്യൂറേഷൻ, ഏർലിയസ്റ്റ് ടൈം, ലേറ്റസ്റ്റ് ടൈം, ടോട്ടൽ ഫ്ലോട്ട്, ഫ്രീ ഫ്ലോട്ടും ഇൻഡിപെൻഡൻറ്റ് ഫ്ലോട്ടും. ഒന്നുകൂടി പറഞ്ഞുതരാം, നോക്കിക്കോ. ഇനി നിങ്ങൾ സ്വന്തം ചെയ്യണം. 3 പ്രോബ്ലം ടീച്ചർ പറഞ്ഞാന്ന്. ഇനി 2 ഹോംവർക്ക് നിങ്ങൾക്ക് തരാം. ഫസ്റ്റ് നമ്മൾ ഏരോ ഡയഗ്രാം, നെറ്റ്വർക്ക് ഡയഗ്രാം നമ്മൾ വരച്ച് 1 to 2 2 to 3 3 to 4 1 to 3. അപ്പോൾ ആ നെറ്റ്വർക്ക് ഡയഗ്രാം വരച്ച് അതിൻ്റെ അകത്ത് നമ്മൾ നെറ്റ്വർക്ക് ക്രിട്ടിക്കൽ പാത്ത് കണ്ടുപിടിച്ച്, ക്രിട്ടിക്കൽ പാത്ത് ഈ ക്വസ്റ്റ്യനിൽ 54 ആണ്. ഇനി ഫോർവേഡ് പാസ് കമ്പ്യൂട്ടേഷൻ ചെയ്ത് ബാക്ക്വേർഡ് പാസും നമ്മൾ വരച്ച്, ബാക്ക്വേർഡ് പാസും കഴിഞ്ഞാൽ അടുത്ത ഈ ഗ്രാഫ് വരക്കലാണ്. ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ നമ്മൾ ടാബിൾ വരക്കും. ആക്ടിവിറ്റി, ഡ്യൂറേഷൻ, ഏർലിയസ്റ്റ് ടൈമും ലേറ്റസ്റ്റ് ടൈമും ഫ്ലോട്ടും നമ്മൾ അടയാളപ്പെടുത്തി. അതിനകത്ത് ഓരോന്നും നമ്മൾ വാല്യൂ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഹോംവർക്ക് നോക്കിക്കോ. ഒരു ഹോംവർക്കാണ്. ഹോംവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സപ്പിലൂടെ അയച്ചു തരാം. നിങ്ങൾക്ക് ഹോംവർക്ക് വേണമെങ്കിൽ ഞാൻ കുറച്ച് ഹോംവർക്ക് അയച്ചു തരാം. അതിനകത്തിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 4. എ പ്രൊജക്ട് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റി. എ പ്രൊജക്ട് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റീസും ഇമീഡിയറ്റ് പ്രിസീഡറും ടൈമും തന്നിട്ടുണ്ട്. ആക്ടിവിറ്റി എ ഇമീഡിയറ്റ് പ്രിസീഡർ നില്ലാണ്. അത് തൊട്ട് ബാക്കിലുള്ള സാധനം പഠിച്ചല്ലേ നമ്മൾ. ടൈം 6 weeks. ബി ഇമീഡിയറ്റ് പ്രിസീഡർ നിൽ, ടൈം 9 weeks. സി ഇമീഡിയറ്റ് പ്രിസീഡർ എ, ടൈം 9 weeks. ഡി ഇമീഡിയറ്റ് പ്രിസീഡർ ബി, സി. അപ്പം ബി സിയും അവസാനിക്കുന്നിടത്താണ് ഡി തുടങ്ങേണ്ടത് എന്നർത്ഥം. അതിൻ്റെ ടൈം 3 weeks. ഇ ഇമീഡിയറ്റ് പ്രിസീഡർ ബി സി സെയിം. അപ്പോൾ ബി സി എൻഡ് ചെയ്തിട്ട് ഒരു ഇതിൽ എൻഡ് ചെയ്തിട്ട് അവിടുന്ന് ഒരു സൈഡിലേക്ക് ഡിയും ഒരു സൈഡിലേക്ക് ഇയും പോകണം. അറിയാലോ നിങ്ങൾക്ക്. ഇ ഇമീഡിയറ്റ് പ്രിസീഡർ ബി, സി, ടൈം 12. എഫ് ഇമീഡിയറ്റ് പ്രിസീഡർ ഡി. അപ്പോൾ ഡിയിൽ നിന്നാണ് ആര് തുടങ്ങുന്നത്? എഫ് തുടങ്ങുന്നത്. ടൈം 6. ജി ഇമീഡിയറ്റ് പ്രിസീഡർ ഇ, എഫ്. ഇയും എഫിൽ നിന്നാണ് ജി തുടങ്ങുന്നത്. അപ്പോൾ ഇയും എഫ് അവസാനിക്കുന്നിടത്തായിരിക്കും ജി സ്റ്റാർട്ട് ചെയ്യുക. ടൈം 3. ഡ്രോ എ പ്രൊജക്ട് ഡയഗ്രാം. അപ്പോൾ ഡയഗ്രാം വരക്കണം. സെക്കൻഡ്, വാട്ട് ഈസ് ദ പ്രൊജക്ട് കംപ്ലീഷൻ ടൈം. ആ പ്രൊജക്ട് കംപ്ലീഷൻ ചെയ്യാനുള്ള ടൈം എത്ര എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ ടൈം. ക്രിട്ടിക്കൽ പാത്തും ക്രിട്ടിക്കൽ ടൈമും. വിച്ച് ഓഫ് ദ ആക്ടിവിറ്റി മസ്റ്റ് ബി കംപ്ലീറ്റഡ് ഇൻ ടൈം സോ ദാറ്റ് പ്രൊജക്ട് മേ ബി കംപ്ലീറ്റഡ് ഇൻ ടൈം. ഏത് ആക്ടിവിറ്റിയിലൂടെയാണ് നമുക്ക് പ്രൊജക്റ്റ് ഒരു സമയത്തിനുള്ളിൽ നമ്മൾ വിചാരിക്കുന്ന മാക്സിമം ടൈം എത്രയാണെന്നാണ് ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള മാക്സിമം ടൈം. ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാനുള്ള മാക്സിമം ടൈമിനെയാണ് നമ്മൾ ക്രിട്ടിക്കൽ പാത്ത് ഓർ ക്രിട്ടിക്കൽ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ക്രിട്ടിക്കൽ ഡ്യൂറേഷനും എന്തും കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്, പ്രൊജക്റ്റ് ഡയഗ്രവും വരക്കാനാണ്. അപ്പോൾ പ്രൊജക്റ്റ് ഡയഗ്രവും ക്രിട്ടിക്കൽ ഡ്യൂറേഷനും വരച്ച് കഴിഞ്ഞാൽ വരക്കണമെങ്കിൽ ആദ്യം നമ്മൾ ഡയഗ്രാം വരക്കണം. എന്നിട്ട് അതിനകത്ത് ക്രിട്ടിക്കൽ പാത്ത് അടയാളപ്പെടുത്തണം. അതുപോലെ അതിനകത്ത് ഫോർവേഡ് പാസും ബാക്ക്വേർഡ് പാസും അടയാളപ്പെടുത്തണം. പിന്നെ അതുപോലെ നമുക്ക് ചെയ്യാനുള്ളത് ആക്ടിവിറ്റി, ഡ്യൂറേഷൻ ടാബിൾ വരക്കുക. ഫ്ലോട്ട് കാണാൻ പറഞ്ഞിട്ടില്ല, അപ്പോൾ ഫ്ലോട്ട് കാണണമെന്നില്ല. ഇതിനകത്ത് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം നെറ്റ്വർക്ക് ഡയഗ്രാം വരക്കുക, ക്രിട്ടിക്കൽ പാത്തും ക്രിട്ടിക്കൽ ഡ്യൂറേഷനും അടയാളപ്പെടുത്തുക. എന്നിട്ട് ഫോർവേഡ് പാസും ബാക്ക്വേർഡ് പാസും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റൂല ഓരോ ഇവന്റിന്റെ ബേസിൽ. എന്നിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചെയ്യാം. ഫ്ലോട്ട് ഒഴിവാക്കിയിട്ടുള്ള ബാക്കി ടാബിൾ വരക്കാം. ആക്ടിവിറ്റിയും ഡ്യൂറേഷനും ഏർലിയസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈമും ഏർലിയസ്റ്റ് ഫിനിഷ്ഡ് ടൈമും ലേറ്റസ്റ്റ് സ്റ്റാർട്ടിംഗ് ടൈമും ലേറ്റസ്റ്റ് ഫിനിഷ്ഡ് ടൈം, ടോട്ടൽ ഫ്ലോട്ട് വരെ ചെയ്യാം. ഫ്രീ ഫ്ലോട്ടും ഇൻഡിപെൻഡന്റ് ഫ്ലോട്ടും വേണമെന്നില്ല. അപ്പോൾ ഇത്രയും എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഒന്നും കൂടി ക്വസ്റ്റ്യൻ ടീച്ചർ വായിച്ചു തരാം. ഫോർ ക്വസ്റ്റ്യൻ. എ പ്രൊജക്ട് കൺസിസ്റ്റ് ഓഫ് ഫോളോയിങ് ആക്ടിവിറ്റി immediate preceder time or weeks. A immediate preceder nil, time 6. B immediate preceder nil, time 9. C immediate preceder A, time 9. D immediate preceder B, C, time 3. E immediate preceder B, C, time 12. F immediate preceder D, time 6.
G immediate preceder E, F, time 3. First question, draw a project diagram. Second, what is the project completion time? That is critical path. Which of the activities must be completed in time so that the project may be completed in time? Okay. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ, ദെൻ നാലാമത്തെ ഒരു ഹോംവർക്കും. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ഡേ നമ്മൾ രണ്ട് ടെക്നിക്സ് ആണ് പഠിച്ചത്. ഫസ്റ്റ് CPM സെക്കൻഡ് പേട്ടും. CPM പ്രോബ്ലം ചെയ്യുന്ന 3 പ്രോബ്ലം ടീച്ചർ പറഞ്ഞാൽ ഒരു ഹോംവർക്ക് തന്നിട്ടുണ്ട്. 2 കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടുതരാം. ബാക്കി നിങ്ങൾ ചെയ്തു നോക്ക്. PGക്കാരല്ലേ, എല്ലാം ഇങ്ങനെ എടുത്ത് തരുന്നതിൽ കാര്യമില്ല. നിങ്ങൾ കുറച്ച് PGക്കാരാകുമ്പോൾ കുറച്ച് കൂടുതൽ വർക്ക് നിങ്ങൾ ചെയ്യണം. നിങ്ങളടുത്ത് ക്വസ്റ്റ്യൻ ഇല്ലെങ്കിൽ പറഞ്ഞോളൂ, ടീച്ചർ ക്വസ്റ്റ്യൻ ഇട്ടുതരാം കേട്ടോ. താങ്ക് യു. ബാക്കി നമുക്ക് പേട്ട് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ CPM നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പഠിക്കുക. CPM തന്നെ കണ്ടിന്യൂഷനാണ്, ചെറിയൊരു മാറ്റേ ഉള്ളൂ. താങ്ക് യു.